നമസ്കാരം, ഓട്ടോ വ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഗ്രാൻഡ് വിത്തായിൽ വന്ന ചേഞ്ചിനെ പറ്റിയിട്ടാണ്. ഗ്രാൻഡ് വിത്തായിൽ ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറയുന്നത് ഹൈബ്രിഡിൽ ഒരു വേരിയന്റും കൂടി വന്നു എന്നുള്ളതാണ്. 16.99 ലക്ഷത്തിന് ഡെൽറ്റ പ്ലസ് എന്നുള്ള വേരിയന്റും കൂടി നമുക്ക് ഇനി ഗ്രാൻഡ് വിത്തായിൽ അവൈലബിൾ ആണ്. നോർമലി സീറ്റ പ്ലസ് ആൽഫ പ്ലസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളായിരുന്നു. അപ്പോൾ 20 ലക്ഷത്തിന് താഴെ 27.99 മൈലേജ് ഉള്ള ഹൈബ്രിഡ് വേരിയന്റ് വേണമെങ്കിൽ നമുക്ക് 16.99 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയന്റും കൂടി നമുക്ക് ഇനി അവൈലബിൾ ആണ്. അടുത്തൊരു മാറ്റം എന്ന് പറയുന്നത് എല്ലാ വേരിയന്റിലും 6 എയർ ബാഗുകൾ വന്നു എന്നുള്ളതാണ്. മാത്രമല്ല എല്ലാവർക്കും സീറ്റ് ബെൽറ്റുകളും നമുക്ക് അവൈലബിൾ ആണ്. അടുത്തൊരു മാറ്റം എന്ന് പറയുന്നത് നമുക്ക് നോർമലി ആൽഫയിൽ മാത്രമേ നമുക്ക് പനോരമിക് സൺറൂഫ് ഉള്ളായിരുന്നു. ഇനി സീറ്റ എന്നുള്ള ഓപ്ഷനിലും നമുക്ക് പനോരമിക് സൺറൂഫ് അവൈലബിൾ ആണ്. അടുത്തൊരു മാറ്റം എന്ന് പറയുന്നത് സീറ്റയിലും നമുക്ക് ഡ്യുവൽ ടോൺ ഓപ്ഷൻ അവൈലബിൾ ആണ്. നോർമലി ആൽഫയിൽ മാത്രമാണ് ഡ്യുവൽ ടോൺ ഓപ്ഷൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് സീറ്റയിൽ പനോരമിക് സൺറൂഫും ഡ്യുവൽ ടോണും അവൈലബിൾ ആണ്. അടുത്തൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഓൾ വീൽ ഡ്രൈവ് വണ്ടിയിലാണ്. നമുക്ക് മാനുവൽ മാത്രമാണ് നമുക്ക് ഓൾ വീൽ ഡ്രൈവ് അവൈലബിൾ ആയിരുന്നത്. പക്ഷെ ഇപ്പൊ വന്നിട്ട് നമുക്ക് 6 സ്പീഡ് ഓട്ടോമാറ്റിക്കിലും നമുക്ക് ഓൾ വീൽ ഡ്രൈവ് അവൈലബിൾ ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കിലും ഓൾ വീൽ ഡ്രൈവ് വേണ്ടവർക്ക് വലിയൊരു ഉപകാരമാണ് നമുക്ക് ഈ ഒരു വേരിയന്റിന് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ. 8 വേ അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ എയർ ഫിൽട്ടർ PM25ന്റെ ഡിസ്പ്ലേയോട് കൂടി തന്നെ നമുക്ക് വരുന്നുണ്ട്. റിയർ സൺഷെയ്ഡ് നമുക്ക് ആ വണ്ടിക്കകത്ത് വരുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി മാറ്റങ്ങളോടെയാണ് വരുന്നത്. പിന്നെ അലോയ് വീൽസിന്റെ ഡിസൈനിലും വലിയൊരു മാറ്റമാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഗ്രാൻഡ് വിത്താര ഒട്ടനവധി മാറ്റങ്ങളോടെയാണ് നമുക്ക് മാർക്കറ്റിൽ വീണ്ടും